നമുക്ക് തലകളെ വണക്കിയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ അനുഗ്രഹത്തിനായും ദൈവസാന്നിധ്യത്തിനായും നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും ആരാധനയ്ക്കും സ്തുതിക്കും മഹത്വത്തിനും യോഗ്യനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുവാൻ അടികളുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ വേർതിരിച്ചു തന്ന അവിടുത്തെ വലിയ സ്നേഹത്തിനായി കൃപയ്ക്കായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, ലോകമെമ്പാടും അവിടുത്തെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുന്ന ഈ ദിവസം കർത്താവേ, സകല ചരാചരങ്ങളും അവിടുത്തെ നാമത്തെ ആരാധിക്കുമ്പോൾ ബലഹീനരും ദോഷികളുമായിരിക്കുന്ന അടികളും അവിടുത്തെ നാമത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുവാൻ അടികളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും അവിടുന്ന് ഒരുക്കണമേ. ഈ ആരാധനയുടെ ആദ്യവസാനം അവിടുത്തെ സാന്നിധ്യം അടികൾക്ക് നൽകി തരയണമേ. ആരാധനയിലൂടെ വിടുതലും സന്തോഷവും അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാട്ട്, പ്രാർത്ഥന, തിരുവചന ധ്യാനമെല്ലാം അവിടുത്തെ സന്നിധിയിൽ പ്രസാദവും അടികളുടെ ജീവിതത്തിന് അനുഗ്രഹവുമായി തീരണമേ. ദൈവമായ കർത്താവേ, ഈ മഹാമാരിയുടെ നാളുകളിൽ കർത്താവെ, അങ്ങേക്ക് മഹത്വം കരയേറ്റുവാൻ യോഗ്യമായി ദൈവത്തെ സ്തുതിക്കുവാൻ അടികളുടെ കുറവുകളൊക്കെയും ഏറ്റുപറഞ്ഞുപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ആരാധിപ്പാനും അടികളെ അവിടുന്ന് യോഗ്യരാക്കണമേ എന്ന് അവിടുത്തോട് ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ അടികളെ അവിടുന്ന് നിറയ്ക്കണമേ. എവിടെയെല്ലാം ഇരുന്ന് കർത്താവെ, ആരെല്ലാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുവോ അവരൊക്കെയും ദൈവസ്വർഗത്തിലെ ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിറയ്ക്കണമേ. അവിടുത്തെ സ്വർഗീയ ദർശനങ്ങൾ കാണുവാനും കർത്താവെ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും നീ അടികളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ആരാധനാ സമയത്ത് അവിടുന്ന് തന്നെ അങ്ങേ തന്നെ വെളിപ്പെടുത്തി ഞങ്ങൾക്ക് തരയണമേ. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ സ്നേഹിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല കർത്താവെ, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് നിന്നെ ആരാധിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. കർത്താവ്, ബഹുമാനവും മഹത്വം എടുക്കണമേ. യേശു മശീഹ മൂലം വിനയമായി പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമേൻ. ദൈവനാമം സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 344 പാട്ട് നമുക്ക് പാടാം. ഗീതം 344. വന്ദനം ചെയ്യും
നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം എന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവ് പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കർത്താവേ, ഞങ്ങൾ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. രണ്ടാമത്തെ ലിതാനി ഉപയോഗിച്ച് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടുത്തെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവിടുത്തേക്ക് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവേൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ചേർന്ന് ചൊല്ലാം. എന്റെ ഭാര്യയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനം അവിടത്തേക്ക് സാഗരമായിരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും നിന്റെ മുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് നാമായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് വിനയത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോടപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സാധാരണ കാണിപ്പാൻ കഴിയാത്തവരല്ല. പാപമൊഴിയെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നാം ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെയും വീഴ്ചകളെയും നമ്മുടെ പാപങ്ങളെയും ഏറ്റവും വിനയത്തോടും ഏറ്റവും അനുതാപത്തോടും ആത്മാർത്ഥതയോടും നമുക്ക് ഏറ്റുപറയാം. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട്, നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു.
ഞങ്ങളിൽ സൗഖ്യവുമില്ല. അഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ വിലകളെ ദൂരെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുഭവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിപ്പിൻ. വരുവേൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈയിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നതാണ് ഒന്നാം പാഠം. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഓരോരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്തിൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൻ കീഴുകൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഒന്നാം വേദഭാഗം വായിച്ചവസാനിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം. സങ്കീർത്തനം 148. 148-ാം സങ്കീർത്തനം ഞങ്ങൾക്ക് വാക്യമായി വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ. അവന്റെ സകലദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവന്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പിൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ. സ്വർഗ്ഗാധിസ്വർഗ്ഗവും ആകാശത്തിനു മീതെയുള്ളവരെ അവനെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവർ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവരെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവതാദിക്കളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും
ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്. അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോട് അടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തന്റെ സകലനാമത്തിന്മാർക്ക് പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു മുമ്പിനെ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാം പാഠം. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 ദൈവവചനങ്ങളെ കേൾപ്പിൻ. റോമർ 12:1-2 വരെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇവിടെ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, സ്തോത്രം ഉണ്ടാകട്ടെ. നമുക്ക് നിൽക്കവേ 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ. അത്രയുമല്ല അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മാനുഷ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനന്യാവും അസര്യാവും മീശായേലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവരാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. തുടർന്ന് സഭയുടെ പാട്ട് പ്രതിവാക്യമായിട്ട് നമുക്ക് ചൊല്ലാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദേവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവം മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാര ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലാവരുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യകളുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരാ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. യേശു ശമര്യക്കാരി സ്ത്രീയോട് പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവരെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശീഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശീഹ എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടത് ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നാം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് മുൻപായി കീർത്തനങ്ങളിൽ 248-ാമത്തെ പാട്ടിൽ നിന്ന് പാടാം. 248-ാം കീർത്തനം. ദൈവത്തിൽ
നമുക്ക് ദൈവസന്നിധിയിൽ വീണ്ടും നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സകല ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സകല ചരാചരങ്ങളും അവിടുത്തെ ആരാധിക്കുമ്പോൾ കർത്താവേ, ബലഹീനരും ഭാവികളുമായ അടികൾക്കും അവിടുത്തെ നാമത്തെ ആരാധിപ്പാൻ അവിടുത്തെ കൃപ നൽകിയല്ലോ. കർത്താവേ, അവിടുത്തെ നാമത്തെ അറിഞ്ഞ് ആരാധിപ്പാൻ അടികളെ തന്നെ താഴ്ത്തി അടികളുടെ കുറവുകളെയും പാപങ്ങളെയും ദൈവസന്നിധിയിൽ ദൈവമേ ഉപേക്ഷിച്ചുകൊണ്ട് നിന്നെ ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് തൻ്റെ ജനത്തിൻ്റെ ആരാധന അവിടുന്ന് സ്വീകരിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാകുന്നല്ലോ. സൃഷ്ടാവിനെ ആരാധിപ്പാനായിട്ട് കടപ്പെട്ടിരിക്കുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ അപ്പനെ, ഞങ്ങളുടെ സൃഷ്ടാവിനെ ഞങ്ങൾ ആരാധിക്കട്ടെ. ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തട്ടെ. അവിടുത്തെ നാമത്തെ വർണ്ണിക്കട്ടെ, മഹത്വം കരേറ്റട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ആരാധനയും സ്തുതിയും സ്തോത്രവും എല്ലാം അവിടുന്ന് സുഗ്രാഹ്യയാഗമായി സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും പ്രസാദവും അതേ ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി കർത്താവെ സമർപ്പിക്കുവാൻ ഓരോ ആരാധനകളും കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അല്പസമയം തിരുസന്നിധിയിൽ ഇരുന്ന് അവിടുത്തെ വചനം കേൾക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ കർത്താവെ, അവിടുത്തെ വചനത്തെ സ്വീകരിപ്പാൻ അടികളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. തകർന്നും ഉറങ്ങിയും ഇന്ന് ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുന്നില്ലല്ലോ. അവിടുത്തെ സന്നിധിയിൽ ഒന്നും മറവായിരിക്കുന്നില്ല. കർത്താവെ, നിന്റെ സന്നിധിയിൽ ഞങ്ങളുള്ളതുപോലെ കർത്താവെ ആയിരിക്കുന്നു. ഞങ്ങളുള്ളതുപോലെ അവിടുന്ന് അറിയുന്നല്ലോ. ദൈവമായ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ മെനഞ്ഞു, അവിടുന്ന് ഞങ്ങളെ നിർമ്മിച്ചു, അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവാണ് എന്നുള്ള ബോധ്യത്തോടും ഓർമ്മയോടും വിനയത്തോടും താഴ്മയോടും ഓരോ ആരാധനകളും അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ അവിടുന്ന് നിറയ്ക്കണമേ. അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ പേര് ചൊരിയണമേ. വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടണമേ. വചനത്തെ അയച്ച് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രത്യാശയും ധൈര്യവും സന്തോഷവും ഉള്ളവരാക്കി ഞങ്ങളെ തീർക്കണമേ.
യേശുവിൻ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധാരാധനയിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും അതോടൊപ്പം ഈ ആരാധനയിലേക്കും വചന ശുശ്രൂഷയിലേക്കും നിങ്ങളേറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. ഈ നാളുകളിൽ നാം എല്ലാവരും അറിയുന്നത് പോലെ വളരെയധികം സങ്കടത്തോടെ വേവലാതിയോടെ മനുഷ്യർ അവരുടെ ജീവിതം കഴിച്ച് കൂട്ടുകയാണ്. ഇനി എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, എങ്ങനെയാണ് ജീവിതം മുൻപോട്ട് നയിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള വലിയ ചിന്താകുലങ്ങളുടെ മധ്യത്തിലാണ് മനുഷ്യൻ മുൻപോട്ട് പോകുന്നത്. ദൈവമുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ ദൈവം കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇതുവരെയും ഈ ഒരു മഹാമാരി അത് മാറിപ്പോകാതെ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വൈദ്യശാസ്ത്രമൊന്നും അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കുന്നത്? എന്നൊക്കെയുള്ള പലവിധമായിട്ടുള്ള ചിന്താകുലങ്ങൾ മനുഷ്യ മനസ്സുകളെ ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുക. ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴെല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എത്രയോ മനുഷ്യരാണ് മരിക്കുന്നത്, എത്രയോ ആളുകളാണ് വളരെയധികം യാതനകളിലൂടെ കടന്നു പോകുന്നത്. നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ ദൈവാരാധനയുടെ സാന്നിധ്യം തന്നെ പല ആളുകളും ചോദിക്കുകയാണ്, എന്തിനാണ് ദേവാലയങ്ങൾ, എന്തിനാണ് ആരാധനകൾ? ദേവാലയം തുറക്കുന്നു. എന്തിനാണ് ദേവാലയം തുറക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇല്ലാതില്ല. വീട്ടിലിരുന്ന് ആരാധിച്ചാൽ പോരെ? ഇപ്പോൾ ടി വിയിലൂടെയൊക്കെ ധാരാളം ആരാധനകളൊക്കെ വരുന്നു. ഒരു റിമോട്ട് വെച്ച് ആരാധനകൾ മാറി മാറി കാണാം. വലിയ സന്തോഷമായി. ഇതൊക്കെ പോരെ? ഇതാ നല്ലതെന്നാണ് തോന്നുന്നത് എന്നൊക്കെ അഭിപ്രായം പറയുന്ന ആളുകൾ. ഒരു വേഷം പോലും മാറേണ്ട ആവശ്യമില്ല. സ്തോത്ര കാഴ്ചകളുണ്ട്, വളരെ സന്തോഷം. ആരെങ്കിലും ആരാധിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ പാടുന്നതോ ഒക്കെ കണ്ട് അങ്ങ് ചാരിതാർത്ഥ്യമടയാം. ആരാധന എന്താണ്? ഈ പ്രയാസങ്ങളുടെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവാരാധന സാധ്യമാണ്? അല്ലെങ്കിൽ ദൈവാരാധനയുടെ ആവശ്യകതയാണ്? അത് സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ പോരെ? ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? ദൈവാരാധന വിശ്വാസികളുടെ ആഘോഷം എന്നുള്ള വിഷയമാണ്. വിശ്വാസ സമൂഹത്തിന്റെ ആഘോഷം ആണ് ആരാധന എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ നാളുകളിൽ ആരാധനാലയങ്ങൾ പലതും ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. ആരാധനാലയങ്ങൾ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. ആരാധനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട, ആരാധനയ്ക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ട ഇടങ്ങളും സ്ഥലങ്ങളും എല്ലാ മതങ്ങളിലും അങ്ങനെയാണ്. ദൈവവചനത്തിൽ നാം പരിശോധിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ. ശലോമോൻ ദേവാലയം പണിയുമ്പോൾ ദൈവത്തിൻ്റെ മാതൃക അനുസരിച്ചാണ് ശലോമോൻ, ദൈവം നൽകിയ മാതൃക അനുസരിച്ചാണ് ശലോമോൻ ദേവാലയം പണിയുന്നത്. അവിടെ യാഗം കഴിച്ച് ദൈവം തന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഈ ദേശത്ത്, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ സ്ഥലത്ത് വെച്ച് നിങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും യാചനകളും എല്ലാം ദൈവം ഞാൻ കേൾക്കും എന്ന് ദൈവം പറയും. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വേർതിരിക്കപ്പെട്ട ഒരു ഇടമുണ്ട്, ഒരു സ്ഥലമുണ്ടെന്നുള്ളത്
ഒരു യാഥാർത്ഥ്യം. പഴയ നിയമത്തിലായിരുന്നാലും പുതിയ നിയമത്തിലായിരുന്നാലും ദൈവജനം കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങൾ, സ്ഥലങ്ങൾ, അത് ദൈവത്താൽ വേർതിരിക്കപ്പെട്ട അതാണ്. നാളുകൾക്ക് മുമ്പ് ഇവിടെ കുറച്ച് കുടുംബങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ വന്നു. കുറച്ച് കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു മനോഹരമായ ദേവാലയം ഈ ദേശത്ത് ഇപ്രകാരം പണിയാനിടയായത് മനുഷ്യന്റെ കേവലമായിട്ടുള്ള ഒരു ചിന്തയിലും ബുദ്ധിയിലും വന്ന ഉദിച്ചൊരു കാര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു, ഒരു ദൈവത്തിന്റെ ക്രമീകരണമായിരുന്നു. ഈ ദേശത്ത് ഒരു ദേവാലയം വേണം, ദൈവജനം വന്ന് ആരാധിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ഒരു കാര്യമായിട്ട് അങ്ങനെയാണ് നാം ചിന്തിക്കുന്നത്, അങ്ങനെയാണ് നാം വിശ്വസിക്കുന്നത്, അങ്ങനെയാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആരാധിക്കണം, ആരാധന ആവശ്യമാണ്, ആരാധനയ്ക്ക് ഒരു സ്ഥലം ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ആരാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ആരെയാണ് ആരാധിക്കുന്നത്? പഴയ നിയമത്തിൽ നാം വായിച്ചല്ലോ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന്. അവിടെ യെശയ്യാവ് ഒരു ദർശനം കാണുന്നതാണ് നാം അവിടെ വായിക്കുന്നത്. ഉസിയാവ് മരിച്ച ആണ്ടിൽ എന്ന് പറഞ്ഞ് അവിടെ ആരംഭിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഉസിയാവ് യഹൂദയിലെ ഒരു രാജാവായിരുന്നു. ദൈവത്തിന് പ്രസാദമുള്ളത്, യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്ത രാജാവാണ് ഉസിയാവ്. BC 742 ഉസിയാവ് മരിച്ചു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. അമസ്യാവിന്റെ മകനായ ഉസിയാവ് രാജാവായി. ഉസിയാവ് ഒത്തിരി നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു. ദേവാലയത്തിന്റെ ഒത്തിരി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉസിയാവ് ചെയ്തു. വലിയൊരു സൈന്യമുണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തെ ആശ്രയിച്ചു. ഉസിയാവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യഹോവയാൽ ബലപ്പെട്ടവൻ എന്നുള്ള അർത്ഥമാണ്. യഹോവ ബലപ്പെടുത്തുന്നു, അതാണ് ഉസിയാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഉസിയാവ് ദൈവത്തിന്റെ ബലത്തോടുകൂടെ പല കാര്യങ്ങളും ചെയ്തു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ദൈവം അവനെ ഉയർത്തി, അവന്റെ പ്രസിദ്ധി വളരെ ഉയർന്നു, മിസ്രയീം വരെ എത്തി. സമ്പൽ സമൃദ്ധമായി രാജ്യം സന്തോഷത്തോടുകൂടി ജീവിച്ച ഒരു കൃഷിതൽപ്പനായിരുന്നു. ധാരാളം കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി. പ്രജകളെല്ലാം സന്തോഷമുള്ളവരായി തീർന്നു. അങ്ങനെ നാം വായിക്കുമ്പോൾ ഉസിയാവ് ബലവാനായപ്പോൾ അവൻ തന്റെ നാശത്തിനായി നിഗളിച്ചു എന്ന് വായിക്കുകയാണ്. ഉസിയാവ് ഒരു നല്ല രാജാവായിരുന്നു, ദൈവത്തിന്റെ ബലത്തോടുകൂടെ പ്രവർത്തിച്ചവനായിരുന്നു. എന്നാൽ ഉസിയാവ് നിഗളിച്ചു, തന്റെ നാശത്തിനായി നിഗളിച്ചു. അങ്ങനെ നിഗളിച്ചു ദേവാലയത്തിൽ ധൂപപീഠത്തിങ്കിൽ ധൂപം കാട്ടുവാനായിട്ട് ഉസിയ രാജാവ് ചെല്ലുകയാണ്. അവിടുത്തെ പുരോഹിതന്മാരെല്ലാവരും പറഞ്ഞു, ഉസിയാവേ, രാജാവേ, നിനക്കത് ഉചിതമല്ല, നീ അത് ചെയ്യരുത്, നിനക്കത് ദോഷമാണ്, അത് അരുത് എന്നെല്ലാവരും പറഞ്ഞു. നാം വായിക്കുന്നവർ 80ഓളം പുരോഹിതന്മാരുണ്ടായി. അവരെല്ലാവരും രാജാവിന്റെ പിന്നാലെ ചെന്നു, രാജാവേ, അത് ചെയ്യരുതെന്ന് പറഞ്ഞു. നാം വായിക്കുന്നത് ഉസിയാവ് കോപിച്ചു, ഉസിയാവ് ദേഷ്യപ്പെട്ടു. ആ ദേവാലയത്തിനകത്ത് വെച്ച് തന്നെ അവൻ കുഷ്ഠരോഗിയായി തീർന്നു എന്ന് വായിക്കുകയാണ്. ക്ഷണനേരത്തിൽ അവന്റെ നെറ്റിമേൽ കുഷ്ഠം വന്നു വിടുകയാണ്. അങ്ങനെ ഉസിയാവ് മരിക്കുന്നു. പകരം മകനായ യോഥാം രാജാവായി തീരുകയാണ്. 52 വർഷം സംവത്സരം യഹൂദയിൽ രാജാവായി ഭരിച്ചവനാണ് ഉസിയാവ്. എന്നാൽ ദയനീയമായി ഒരു കുഷ്ഠരോഗികളെ പാർപ്പിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് പുറത്ത് അവൻ ജീവിച്ച് അവൻ മരിക്കുകയാണ്. അങ്ങനെ ഉസിയാവ് ദൈവത്തിന്റെ ബലത്തോടുകൂടെ പ്രവർത്തിച്ച ഇത്രയും കഴിവുറ്റ സമൃദ്ധനായിട്ടുള്ള
രാജാവിന്റെ മരണം ഈ പ്രവാചകനെ പോലും ഒരുപക്ഷെ ദുഃഖിപ്പിച്ച് കാണാം. അതായിരിക്കാം പ്രവാചകന് ദൈവം വലിയൊരു ദർശനം കൊടുക്കുകയാണ്. സ്വർഗത്തിലെ രാജാവിന്റെ വലിയ ദർശനം കൊടുക്കുകയാണ്. അവിടെ വായിക്കുന്നത്, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു ആരാധനയുടെ വലിയൊരു ദർശനം. അവിടെ സറാബുകളുണ്ട്. സറാബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എരിയുന്ന എന്നാണ്. എരിയുക, തീയുടെ ഒരവസ്ഥയാണ്. പലയിടത്തും ദൈവ സാന്നിധ്യത്തെ, ദൈവത്തെ നേരിട്ട് മുഖാമുഖം കാണുവാനായിട്ട് മനുഷ്യന് സാധ്യമല്ല. അപ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകങ്ങളായിട്ടാണ് മേഘം, പുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ചില ദേവാലയങ്ങളിലൊക്കെ ധൂപം ഉണ്ട്, ധൂപം പുകയ്ക്കും. അതിൻ്റെ ഒരു ദൈവശാസ്ത്രം അതാണ്. കാരണം പുക ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമായിട്ട് കാണുകയാണ്. അതുകൊണ്ടാണ് ചില ദേവാലയങ്ങളിൽ ധൂപം പുകയ്ക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രം അത് അനുകൂലിക്കുന്നില്ല, ചെയ്യുന്നില്ല. കാരണം വിശ്വാസികളുടെ ആരാധന തന്നെ ഒരു ധൂപമായി ദൈവസന്നിധിയിലേക്ക് പകരപ്പെടുന്ന ഒരു അനുഭവമാണ് പുതിയ നിയമ ചിന്തയിൽ ഒരു പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ഒരു രീതി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ദേവാലയങ്ങളിലൊന്നും പുക അങ്ങനെ പുകയ്ക്കുന്നില്ല, ധൂപം പുകയ്ക്കുന്നില്ല. എന്നാൽ ദൈവജനത്തിന്റെ ആരാധനയെ ഒരു ധൂപമായി, ധൂപകലശമായി നാം മനസ്സിലാക്കുക. നാം തന്നെ ദൈവസന്നിധിയിൽ എരിഞ്ഞ്, നാം തന്നെ ദൈവസന്നിധിയിൽ ഒരു യാഗമായി തീരുന്ന ഒരു ചിന്തയിലേക്കാണ് നമുക്ക് നമ്മുടെ ആരാധനയെ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ആരാധന ഒരു ആഘോഷമായിട്ട് മാറും, ദൈവജനത്തിന്റെ ആഘോഷമായിട്ട് മാറുകയാണ്. ഇവിടെ സറാഫുകൾ 6 ചിറക് വീതമുണ്ട്. സാധാരണ പറക്കുന്ന എല്ലാ ജീവികൾക്കും 2 വശങ്ങളിലായി ഓരോ ചിറക്, 2 ചിറകാണുള്ളത്. ഇവിടെ സറാഫുകൾക്ക് 6 ചിറകുകൾ വീതമാണ്. 2 കൊണ്ട് പറന്നു, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടിക്കൊണ്ട് അവ ആർക്കുകയാണ്. ആർക്കുന്നത് എന്താണ്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ എന്ന് ആർക്കുന്ന വലിയ ഒരു ശബ്ദം. അപ്പോൾ 2 ചിറക് കൊണ്ട് മുഖം മൂടുകയാണ്. ഇന്ന് മനുഷ്യരെല്ലാവരും മുഖം മൂടി നടക്കുകയാണ്. കണ്ടാൽ തിരിച്ചറിയുന്നല്ലേ? പല ആളുകൾ അടുത്ത് ചെന്ന് പേരൊക്കെ വിളിക്കുമ്പോഴായാലും മനസ്സിലാകുന്നു, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം മാസ്ക് ഇരിക്കുന്നു, തിരിച്ചറിയുന്നില്ല. നാം അവിടെ പ്രസക്തരല്ല, അപ്രസക്തരായി മാറുക. നമ്മുടെ മുഖമല്ല അവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ തങ്ങളുടെ മുഖം മറയ്ക്കുകയാണ് സറാഫുകൾ. സ്വർഗീയ ജീവികളാണ് സറാഫുകൾ. ആ ജീവികൾ പോലും പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ മുഖം മറച്ചാ നിൽക്കുന്നത്. പഞ്ചപുച്ഛം അടക്കി നിൽക്കുക എന്ന് പറയാറുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ രാജാക്കന്മാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെയാണ്, പഞ്ചപുച്ഛം അടക്കി നിൽക്കുക. ഒരു ഇടത് കൈ കൊണ്ട് വായു പൊത്തി, വായും മുഖവും പൊത്തി, വലത് കൈ പാർശ്വത്തിലേക്ക് ചേർത്ത് വെച്ച് കുനിഞ്ഞ് നിൽക്കും. രാജാക്കന്മാരുടെ അടുക്കൽ ആളുകൾ ചെല്ലാൻ പഴയ കാലങ്ങളിൽ എന്ന ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. നിവർന്നു നിൽക്കാനായിട്ട് അനുവാദമില്ല, കുനിഞ്ഞാണ് നിൽക്കുക. മുഖം മറയ്ക്കാതെ നിൽക്കാൻ കഴിയില്ല രാജസന്നിധിയിൽ. രാജാവിനോടുള്ള ബഹുമാനവും, രാജാവിനോടുള്ള ഭയവും, രാജാധികാരത്തോടുള്ള ഒരു വലിയ ഭയവും എല്ലാം കൊണ്ട് തന്നെ മറച്ചാണ് നിൽക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ സറാഫുകൾ പോലും തങ്ങളെ തന്നെ മറച്ചു നിൽക്കുന്നെങ്കിൽ പാപികളായ മനുഷ്യർ എത്രത്തോളം ഭയഭക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കണം എന്ന് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. 2 കൊണ്ട് പാദം മൂടുന്നുണ്ട്. അത് നഗ്നതയെ സൂചിപ്പിക്കുകയാണ്. ആ നഗ്നത മറയ്ക്കുന്നതിനെ സൂചിപ്പിക്കുകയാണ് 2 ചിറക് കൊണ്ട് പാദം മൂടുന്നത്. അതുകൊണ്ട് പാദം മൂടി, മുഖം മൂടി, പറന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ദർശനം ഇവിടെ യെശയ്യാവിന് കൊടുക്കുമ്പോൾ, ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ ദൈവത്തിന്റെ കോപം വന്ന്, കുഷ്ഠരോഗം വന്ന് ഉസ്സിയാവ് മരിക്കുമ്പോൾ അവന് നിഗളം സംഭവിച്ച്
ദൈവസന്നിധിയിൽ നിന്ന് അവൻ മാറ്റപ്പെട്ട്, രാജസ്ഥാനിൽ നിന്ന് മാറ്റപ്പെട്ട് അവൻ നശിക്കുമ്പോൾ പ്രവാചകന് വലിയൊരു ദർശനം ലഭിക്കുകയാണ്. യഥാർത്ഥ രാജാവ്, സൈന്യങ്ങളുടെ ദൈവമായ രാജാവിനെ ഞാൻ കണ്ടുവല്ലോ. ആ രാജാവിനെ കണ്ട വലിയ ഭയവും സന്തോഷവും, അയ്യോ ഞാൻ നശിച്ചു എന്നാ പറയുന്നത്. ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ രാജാവിനെ ഞാൻ കണ്ടല്ലോ. ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യനാണ്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മൂന്ന് കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഒന്നാമത്, ആരാധന എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും തമ്മിൽ സമ്മേളിക്കുന്ന ഒരു അനുഭവമാണ്. ഇവിടെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഇവിടെ തൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ അവിടെ നാം വായിക്കുന്നുണ്ട്, മന്ദിരത്തെ നിറച്ചിരുന്നു. അപ്പോൾ മന്ദിരം ഈ ഭൂമിയിലാണ്. വസ്ത്രത്തിന്റെ വിളുമ്പുകളെല്ലാം ഈ മന്ദിരത്തെ നിറയ്ക്കുകയാണ്. രാജാക്കന്മാർ പുറമേ ഒരു വസ്ത്രം ഇടും. ആ വസ്ത്രം വളരെ വിശാലവും വലിയതുമായിട്ടുള്ള ഒരു വസ്ത്രമാണ്. വിളുമ്പുകൾ നീണ്ടു കിടക്കും, തൊങ്ങലുകളൊക്കെ ഉണ്ട്. അത് പല ഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മന്ദിരത്തെ ചുറ്റി നിറയ്ക്കുന്നത് പോലുള്ള അനുഭവമാണ്. അപ്പോൾ പ്രവാചകൻ കാണുമ്പോൾ സ്വർഗവും ഭൂമിയും കൂടെ സമ്മേളിക്കുകയാണ് ആരാധനയിൽ. ദൈവജനം ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെയുണ്ട്. അവരുടെ പ്രയാസങ്ങളുടെ മധ്യത്തിലും അവരുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവം മാറി നിൽക്കുന്നില്ല. തകർന്ന് നുറുകിയും ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. ദൈവജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ദൈവമുണ്ട്. ഭൂമിയിലാണ് ആരാധിക്കുന്നതെങ്കിലും സ്വർഗസ്ഥനായ ദൈവം ഈ ഭൂമിയിൽ ആരാധിക്കുന്ന തന്റെ ജനത്തിന്റെ മധ്യയെ വസിക്കുന്നു എന്നുള്ള ഒരു വലിയ ചിന്ത. അപ്പോൾ ആരാധകരുടെ ഇടയിൽ ആരാധ്യനായിട്ട് ദൈവം കടന്നു വരിക. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നുണ്ടല്ലോ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. തൻ്റെ ജനത്തിന്റെ നടുവിൽ പ്രയാസത്തിന്റെ മധ്യത്തിൽ നടുവിൽ നിൽക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവം. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ആരാധനയിലൂടെ ആരാധകര് രൂപാന്തരപ്പെടുകയാണ്. ഇവിടെ വായിച്ച ലേഖനഭാഗത്തും നാം ആ ചിന്തയാണ്, ഈ പ്രവചനത്തിലും ആ ഒരു ചിന്തയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആരാധിക്കുമ്പോൾ രൂപാന്തരം സംഭവിക്കുന്നു. ഇവിടെ പ്രവാചകൻ ഈ ദർശനം കാണുമ്പോൾ അവൻ പരിഭ്രാന്തനാകുക. ആലയമെല്ലാം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. അപ്പോൾ തന്റെ അശുദ്ധി മാത്രമല്ല, തന്റെ ചുറ്റുപാടുമുള്ള ആളുകളുടെ അശുദ്ധിയും കൂടെ ഇവിടെ പ്രവാചകൻ കാണുകയാണ്. അശുദ്ധി നിറഞ്ഞ ഒരു മനുഷ്യരുടെ മധ്യത്തിലാണ് താൻ വസിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ്, താനും അശുദ്ധനായിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യൻ എന്ന് ഇവിടെ പ്രവാചകൻ പറയുമ്പോൾ, ദൈവം സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് ഒടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു, അധരങ്ങളെ തൊടുവിച്ചു. പ്രവാചകന്റെ അധരങ്ങളെ തൊടുവിച്ചു. അധരങ്ങളാണ് സംസാരം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയേണ്ടത് അധരങ്ങളാണ്. അധരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. ദൈവജനത്തിന്റെ അധരങ്ങൾ എന്തും പറയുവാനുള്ളതല്ല, ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെടണം. യാക്കോബ് പറയുന്നുണ്ട്, ഒരേ ദ്വാരത്തിൽ നിന്ന് തന്നെ കയ്പുള്ള വെള്ളവും മധുരമുള്ള വെള്ളവും പുറപ്പെടുമോ? നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. ഒരു ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നത് പോലെയാണ്. നാവിനെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നാവ് വലിയ പാപം, ഈ അനീതി രോഗവുമായിട്ട് മനുഷ്യനെ ബന്ധിപ്പിക്കുന്നത് നാവാണ് എന്നൊക്കെ യാക്കോബ് പറയുന്നുണ്ട്. അപ്പൊ നാവിനൊരു ശുദ്ധീകരണം ആവശ്യമാണ്.
അധരത്തിനൊരു ശുദ്ധീകരണം ആവശ്യമാണ്. അധരമാണ് ഈ ലോകവുമായിട്ടുള്ള ഈ ബന്ധത്തിൽ പാപത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു ഘടകം എന്ന് ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പ്രവാചകൻ എന്ന് പറയുന്നത് പ്രവാചകൻ സംസാരിക്കേണ്ടവനാണ്, പറയേണ്ടവനാണ്. പ്രവാചകൻ ദൈവത്തിന് വേണ്ടി മനുഷ്യനോട് ആലോചന പറയുന്നവനാണ്. അവന് ശുദ്ധീകരണം ആവശ്യമാണ്. അതുകൊണ്ട് യാഗപീഠത്തെങ്കിലെ കനലെടുത്തുകൊണ്ട്, ഒരു കൊടിൽ കൊണ്ട്, ഒരു സറാഫ് കനലെടുത്തുകൊണ്ട് പ്രവാചകനോട് വിശുദ്ധീകരിക്കുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. ആരാധനയിലൂടെ രൂപാന്തരമാണ് ഉണ്ടാകേണ്ടത്. എത്ര കാലം ആരാധിച്ചാലും ഒരു രൂപാന്തരം ഉണ്ടാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ആരാധനകളെല്ലാം പാഴായിപ്പോയി എന്ന്. പലപ്പോഴും പലരും പറയാറുണ്ട്, ഒരു ആരാധന ജീവനില്ല, ആത്മാവില്ല, ഒരു സന്തോഷമില്ല, ആരാധനയ്ക്ക് ജീവനില്ല. തമ്പേറല്ല ആരാധനയ്ക്ക് ജീവൻ കൊടുക്കുന്നത്. ആരാധകന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതാകുമ്പോൾ ആരാധന ജീവനുള്ളതായിട്ട് മാറും. ദൈവവും ദൈവത്തിന്റെ ആത്മാവും മനുഷ്യന്റെ ആത്മാവും തമ്മിലുള്ള സംസർഗം ഏർപ്പെടും. അതാണ് സത്യാരാധന. യേശു കർത്താവ് പറഞ്ഞു, സത്യത്തിൽ ആരാധിക്കണം, തന്നെ ആരാധിക്കണം, ആത്മാവിൽ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ആരാധനയിൽ ഒരു അസത്യം ഉണ്ടാകരുത്, ഒരു കപടത ഉണ്ടാകരുത്, ആത്മാർത്ഥമായിരിക്കണം ആരാധന. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാം യാഗം കഴിച്ചതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്യുകയാണ്, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. മക്കളില്ലാത്ത അബ്രഹാമിനെ കടൽക്കരയിലെ മണൽ പോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്, നിനക്ക് വാഗ്ദത്ത ദേശം തരുമെന്നൊക്കെ പറയുകയാണ്. അബ്രഹാം പറഞ്ഞു, എന്തെന്നാൽ ഞാൻ അറിയും, ഞാൻ മക്കളില്ലാത്തവനാണല്ലോ. അപ്പോഴാണ് ദൈവം പറയുന്നത്, നീ ഒരു പശുക്കിടാവിനെ കൊണ്ടുവരിക, ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുവരിക, ഒരു കുഞ്ഞാടിനെ കൊണ്ടുവരിക, ഒരു പ്രാവിനെ കൊണ്ടുവരിക, ഒരു പ്രാകുഞ്ഞിനെ കൊണ്ടുവരിക, അതിന് യാഗം കഴിക്കുകയാണ്. അബ്രഹാം ഈ പശുക്കിടാവിനെയും ആട്ടുകൊറ്റനെയും കുഞ്ഞാടിനെയും എല്ലാം പിളർന്ന് വെച്ചു യാഗപീഠത്തെങ്കിൽ. ഈ പ്രാവിനെ അബ്രഹാം പിളർന്നില്ല എന്നാണ് നാം വായിക്കുന്നത്. പ്രാവ് ചെറിയ ജീവിയാണ്, അത് പിളരേണ്ട കാര്യമില്ല എന്ന് അബ്രഹാമിന് തോന്നിക്കാം. എന്നാൽ അവിടെ നാം വായിക്കുന്നത് അതിൻ്റെ ഉടലിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നു എന്നാണ്. റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നു അബ്രഹാമിനെ ആട്ടിക്കളയുകയാണ്. പ്രിയമുള്ളവരെ, സത്യത്തിൽ ആരാധിക്കണം, മറച്ചു വെച്ചല്ല. മുഴുവൻ ഇതാ ദൈവസന്നിധിയിൽ മറച്ചു വെക്കുവാനായിട്ട് ഒന്നുമില്ല, അതിനെയും പിളർന്ന് അബ്രഹാം വെക്കേണ്ടതായിരുന്നു എന്നാണ് അവിടുത്തെ ചിന്ത. പിളർന്നു വെക്കുകയാണ്, ഹൃദയം പിളർത്തി വെക്കുകയാണ്. ദൈവമേ, ഇതാ ഞാൻ. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ദൈവമേ, ഇതാ ഞാൻ ശുദ്ധിയില്ലാത്തവനാണ്. അവൻ ശുദ്ധീകരിക്കപ്പെടുകയാണ് ദൈവസന്നിധി. ആരാധനയിലൂടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തിനു വേണ്ടിയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്? നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, സ്തോത്രം കരേറ്റുമ്പോൾ, ദൈവത്തിന് കൊടുക്കുമ്പോൾ, ആരാധന ദൈവത്തിന് കൊടുക്കുന്നത്. ചില ആളുകളൊക്കെ പറയുന്നത് ആരാധനയ്ക്ക് പോകുന്നത് എന്തിനാ? എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയാണ് നാം വിചാരിക്കുന്ന ആളുകൾ. ഒന്നും ഇങ്ങോട്ട് കിട്ടാനല്ല ആരാധിക്കുന്നത്, അങ്ങോട്ട് കൊടുക്കാനാണ്. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ. അതാണല്ലോ 29-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. യഹോവയ്ക്ക് കൊടുപ്പിൻ, ധനവും മനവും മാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എല്ലാം ദൈവത്തിന് കൊടുക്കുകയാണ്. അതാണ് ആരാധനയുടെ ദൈവശാസ്ത്രം. സംതിങ് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയുള്ള കാര്യമല്ല. ദൈവത്തിന് പുകഴ്ച കൊടുക്കുകയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്, ദൈവത്തിന് ആരാധന കൊടുക്കുകയാണ്. അതിനാണ് നാം ദേവാലയത്തിൽ വരുന്നത്, ദൈവത്തിന് കൊടുക്കുവാൻ. നാം പ്രാകുഞ്ഞിനെയോ കാളയോ പശുക്കിടാവിനെയോ ആയിട്ടല്ല വരുന്നത്. എന്നാൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളവയിൽ നിന്ന് ഒരു ഓഫറിങ് നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നാം എന്തെങ്കിലും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു പ്രതീകമായിട്ട് നാം ചെയ്യുകയാണ്. ഒരു അർപ്പണമുണ്ട്, ഒരു ചെലവുണ്ട്. ദാവീദ് പറയുന്നുണ്ട്, ഞാൻ ചെലവില്ലാതെ യഹോവയ്ക്ക് ഞാൻ യാഗം കഴിക്കുകയില്ല. ആരാധന ചെലവുള്ളതായി.
പഴയ നിയമത്തിലെല്ലാം വായിക്കുമ്പോൾ യാഗം കഴിക്കുമ്പോൾ ചെലവുണ്ടാവും. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഒന്നുമില്ല. അതാ പലരും പറയുന്നത് ഒരു ചെലവുമില്ല, ചുമ്മാ വീട്ടിൽ ഇരുന്നാലും ആരാധനകളാണ്. ചെലവില്ലാത്തൊരു പരിപാടിയല്ല ആരാധന. തകർന്നും നുറുകിയും ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നമ്മുടെ ഹൃദയം യേശു കർത്താവ് നിന്റെ ആരാധന നീ സത്യമായി നീ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സുബോധം വിട്ടുപോയി ആരാധിക്കുന്ന കാര്യമല്ല. ഇവിടെ നാം വായിച്ച ലേഖന ഭാഗത്തോട്ട് വരുമ്പോൾ പൗലോസ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിക്കണം. ഒരർപ്പണമാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അവിടെ രൂപാന്തരമാണ്. അതുകൊണ്ട് ആരാധനയിലൂടെ രൂപാന്തരം സംഭവിക്കണം. ആരാധിച്ച് നാം വിശുദ്ധിയിൽ വളരണം. നിത്യത ഒരു വായനയിൽ മനസ്സിലാക്കിയത് നിത്യതയെക്കുറിച്ചുള്ള പരിശീലനമാണ്. നിത്യതയ്ക്കായുള്ളൊരു പരിശീലനമാണ് ആരാധന എന്ന്. കാരണം നിത്യതയിൽ ആരാധനയാണ് എല്ലായ്പ്പോഴും. അതുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു പരിശീലനമാണ് ആരാധന. ഒടുവിലായ ഒരു ചിന്ത കൂടെ നമുക്ക് ലഭിക്കുന്നത്, ആരാധന എന്ന് പറയുന്നത് ദൗത്യത്തിലേക്ക് നയിക്കുകയാണ്. വർഷിപ്പ് ലീഡ്സ് us മിഷൻ. ആരാധന ദൗത്യത്തിലേക്ക് വർത്ത് എന്നാണ് പറയുക. വിലയേറിയത് ദൈവത്തിന് കൊടുക്കുക. ഒരുപാട് നിർവചനങ്ങളുണ്ട് ആരാധനയെ കുറിച്ച്. എന്താണ് ആരാധന? ഈ സകല ചരാചരങ്ങളും അഖിലാണ്ടവും സൃഷ്ടിച്ച ദൈവത്തെ ദൈവമെന്ന് ഓർത്തുകൊണ്ട് അവനോട് കാണിക്കുന്ന ഭക്തി പ്രകടനങ്ങളും ഭക്തി പരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ആരാധനയുടെ ഭാഗമായിട്ടൊക്കെ പറയുന്നു. ഏറ്റവും ചുരുങ്ങിയ അർത്ഥത്തിൽ ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും. നമുക്ക് ഏറ്റവും വിലയുള്ളത് ദൈവത്തിന് നൽകുന്നതാണ് ആരാധന എന്ന് വേണ്ടി പറയും. ഏറ്റവും വിലയേറിയ, അവ ഏറ്റവും സ്നേഹിക്കുന്ന, ഏറ്റവും ബഹുമാനിക്കുന്ന, ഏറ്റവും ആദരിക്കുന്ന ആ വ്യക്തിത്വത്തിന് വേണ്ടി നമ്മെ തന്നെ നമുക്ക് ഏറ്റവും വിലയേറിയതിന് അർപ്പിക്കുന്നതാണ് ആരാധന. യേശു കർത്താവിൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കൊണ്ടുവന്ന് ശിമയോന്റെ വീട്ടിലിരിക്കുമ്പോൾ, കർത്താവ് ഇരിക്കുമ്പോൾ, ഒരു വെൺകൽ ഭരണി നിറഞ്ഞ് സ്വച്ഛ ജഡമാംസി തൈലം, വളരെ വിലയേറിയത്, 300 വെള്ളിക്കാശിന് വിലയുള്ള വെൺകൽ ഭരണി തൈലം അവിടെ പൊട്ടിച്ച് യേശുവിൻ്റെ പാദപീഠത്തിങ്കൽ ഒഴുക്കുന്നുണ്ട്. അത് ആരാധനയുടെ ഒരു മനോഹരമായൊരു ചിത്രമാണ്. അതാണ് ആരാധന വാസ്തവത്തിൽ. താൻ സ്നേഹിക്കുന്ന, താൻ ഏറ്റവും ആരാധിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ആ വ്യക്തിയുടെ പാദപീഠത്തിങ്കിൽ തന്നെ തന്നെയും തനിക്കുള്ളതിനെയും അർപ്പിക്കുന്ന ആ ഒരു വലിയ ചിത്രം, അത് തന്നെയാണ് ആരാധന എന്ന് പറയുന്നത്. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആരാധിക്കുന്ന ദൈവജനത്തിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ദേവാലയത്തിന് പുറത്തൊരു അർത്ഥമുണ്ട്. ആരാധനയ്ക്ക് ദേവാലയത്തിന് 4 ചുവരുകൾക്ക് അപ്പുറമായിട്ടൊരു അർത്ഥമുണ്ടോ എന്നാണ് ബില്ലി ഗ്രഹാം പറഞ്ഞ ഒരു കൊട്ടേഷൻ ഇപ്രകാരം വായിക്കുവാനായിട്ടിടയായി. നിസ്വാർത്ഥ ക്രിസ്തീയ സേവനമാണ് ആരാധനയുടെ ഏറ്റവും ഉയർന്ന രൂപം. കഷ്ടപ്പെടുന്നവരെയും നിസ്സഹായരെയും അന്വേഷിക്കുന്ന വിശുദ്ധ പാദങ്ങളുടെ ശബ്ദമാണ് സ്തുതിയുടെ ശബ്ദം എന്ന് ബില്ലി ഗ്രഹാം പറഞ്ഞത് വായിക്കുവാനായിട്ടിടയായി. അപ്പോൾ നിസ്വാർത്ഥ ക്രിസ്തീയ സേവനം ആരാധനയുടെ ഒരു പ്രാക്ടിക്കൽ ഫോമാണ്, ഒരു പ്രായോഗികതയാണ് സേവനം എന്ന് പറയുന്നത്. ആരാധിക്കാനായിട്ട് കൂടി വരുന്നു, സേവനത്തിനായിട്ട് തിരിച്ചു പോകുന്നു എന്ന് പറയാറുണ്ട്. ആരാധിക്കാൻ കൂടി വരുന്നു, സേവനത്തിനായിട്ട് മടങ്ങിപ്പോകുന്നു. അപ്പോൾ ആരാധിക്കുന്നത് ഇവിടെ യെശയ്യാവ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവമെല്ലാം കണ്ടു. അതിനുശേഷം തന്നെ രൂപാന്തരപ്പെട്ടു. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ആര് നമുക്ക് വേണ്ടി പോകും? ആരെനിക്ക് വേണ്ടി പോകും? ഞാൻ ആരെ അയക്കും?
എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അവിടെ യെശയ്യാവ് പറയുകയാണ്, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. യെശയ്യാവിന്റെ ഒരു വിളി, യെശയ്യാവിന് ലഭിച്ചൊരു ദർശനത്തിലൂടെ, യെശയ്യാവിനെ ദൈവ സാന്നിധ്യം സന്തോഷത്തിന്റെ അനുഭവത്തിൽ നിർത്തി തന്നെ രൂപാന്തരപ്പെടുത്തി അവസാനം തന്റെ ദൗത്യത്തിനായിട്ട് അയക്കുന്നതായിട്ട് ചിത്രം. പ്രിയമുള്ളവരെ, ആരാധനയിലൂടെ വളരെ ചുരുക്കമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും കഴിഞ്ഞേക്കാം. എന്നാൽ അതിൻ്റെ ഒരു വശം, ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിച്ചത്. എന്താണ് ആരാധന? നമ്മുടെ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മെ തന്നെ, നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സുകളെയും ദൈവസന്നിധിയിലെ പൂർണ്ണമായി ഏൽപ്പിച്ച് ഒട്ടും അസത്യമില്ലാതെ സത്യമായിട്ട് ദൈവസന്നിധിയിൽ. അതാണ് യേശു പറഞ്ഞത്, നീ ആരാധിക്കുമ്പോൾ നീ സത്യത്തിൽ ആരാധിക്കണം, നീ ആത്മാവിൽ ആരാധിക്കണം ദൈവത്തെ. രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയ കാര്യം യേശു പഠിപ്പിച്ചു. ഒരുത്തൻ നിന്നുകൊണ്ട് തന്നെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞു. മറ്റവൻ പറഞ്ഞു, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എന്നോട് കരുണ തോന്നണമേ. അവൻ നീതീകരിക്കപ്പെട്ടവനായ ഭവനത്തിലേക്ക് പോയി എന്നാണ് വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. എന്നാൽ എപ്രകാരമാണ് ആരാധിക്കുന്നത് എന്ന് നാം അറിയണം. സത്യാരാധന എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. മറവില്ലാതെ ഒരു ചെറിയ കാര്യം പോലും ദൈവസന്നിധിയിൽ മറച്ചു വയ്ക്കാതെ, ഒളിച്ചു വയ്ക്കാം. പൂർണ്ണമായും അബ്രഹാം ഇവിടെ കുറുപ്രാവിനെ പിളർന്നില്ല എന്ന് വായിക്കുന്നു. അതുകൊണ്ട് ഒരു ചെറിയ പാപമായിരുന്നാലും അതിനെ ഗൗരവമായി കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് രൂപാന്തരപ്പെടുക. സക്കായി മരത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവിന്റെ മുൻപിൽ നിന്ന് അവൻ രൂപാന്തരപ്പെടുകയാണ്. ഒരു രൂപാന്തരം ആവശ്യമാണ് നാളെ. ജീവനുള്ള ആരാധനയ്ക്ക് വേറെ ഒരിടത്ത് ഓടിപ്പോകേണ്ട ആവശ്യമില്ല. ദൈവ സാന്നിധ്യത്തിലാണ് നിന്റെ ആരാധന ജീവനുള്ളതായിട്ട് മാറുന്നത്. ഒരു സഭയിൽ നിന്ന് ഒരു സഭയിലോട്ട് പോയാലും ആരാധനയ്ക്ക് ജീവൻ ഉണ്ടാകണമെന്നില്ല. ദൈവമാണ് നമ്മെ ജീവൻ നൽകുന്നത്. ദൈവമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവുമായുള്ള സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ നാം ദൈവികമായിരിക്കുന്ന ഒരനുഭവത്തിലേക്കും തലങ്ങത്തിലേക്കും നമ്മുടെ ജീവിതം മാറുന്നു. നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകുന്നു. തുടർന്ന് നാം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി, ദൗത്യത്തിനായി പുറത്തേക്ക് പോകുന്നു എന്ന് നാം ഓർക്കുക. ഇവിടെ സുവിശേഷ വേദഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ശമരിയക്കാരി സ്ത്രീയെക്കുറിച്ച് നാം വായിച്ചത്. അവൾ പാപിനിയായ സ്ത്രീ ആയിരുന്നു. യേശു കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് ഭർത്താക്കന്മാർ 5 പേരുണ്ടായിരുന്നു, ഇപ്പം ഉള്ള ആൾ ഭർത്താവുമല്ല എന്ന് പറയുന്നു. അതിനുശേഷം ആരാധനയെക്കുറിച്ച്, ആരാധനയുടെ തലത്തിലേക്ക് അവളുടെ ചിന്തയും വിചാരങ്ങളും ഉയരുകയാണ്. യജമാനനെ, നീ പ്രവാചകനെ ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പിതാക്കന്മാര് ആ മലയിൽ ആരാധിച്ചു. നിങ്ങൾ യഹൂദന്മാർ പറയുന്നുണ്ട് യെരൂശലേമിലാണ് ആരാധിക്കേണ്ടതെന്ന്. യേശുവോട് പറഞ്ഞു, ആ മലയിലുമല്ല യെരൂശലേമിലുമല്ല ആരാധിക്കേണ്ടത്. സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരികയാണ്. കർത്താവ് അവളുടെ ആരാധനയെക്കുറിച്ചുള്ള സങ്കല്പത്തെയൊക്കെ തിരുത്തി. അവൾ രൂപാന്തരപ്പെട്ടു, അവൾ മാറി, അവൾ ക്രിസ്തുവാണെന്ന് മശിക വരുമ്പോൾ സകലവും ഇതൊക്കെ പറഞ്ഞു തരുമെന്ന് ഞങ്ങൾക്ക് അറിയാം. യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെ മശിക. അവളോടി അവളുടെ ദേശത്തേക്ക്, അവളുടെ പാത്രം അവിടെ വെച്ചിട്ട് ഓടുകയാണ്. വെള്ളം കോരാനൊന്നും നിൽക്കുന്നില്ല. അവൾ ഓടി അവളുടെ നാട്ടിലോട്ട് ചെന്നു. അവളുടെ ഗ്രാമത്തിലുള്ളവരോടൊക്കെ പറഞ്ഞു, ഐ ഫൗണ്ട് ഇറ്റ്, ഞാൻ കണ്ടെത്തി മശിഹായെ. ന്യായപ്രമാണത്തിൽ പറയുന്ന മശിഹായെ ഞാൻ കണ്ടെത്തി. അവൾ ആ ദൗത്യത്തിന് വേണ്ടി ഓടുകയാണ്. പ്രിയമുള്ളവരെ, ആരാധന ദൈവത്തിന് നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് നൽകിക്കൊണ്ട് നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ആത്മാക്കളെ, നമ്മുടെ ജീവനെ കർത്താവിനായിട്ട് നൽകിക്കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അപ്പോൾ ആ ആരാധന കർത്താവ് സ്വീകരിക്കുകയും നമ്മെ രൂപാന്തരപ്പെടുത്തുകയും തൻ്റെ വേലയ്ക്കായി, തൻ്റെ ദൗത്യത്തിനായി നമ്മെ ഒരുക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇതിനായി സഹായിക്കട്ടെ. നമുക്ക് തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും സ്നേഹവാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നന്ദിയോടും സ്തോത്രത്തോടും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലടുത്ത് വരുന്നപ്പ. ഞങ്ങൾ ഇതുവരെയും കർത്താവെ സത്യത്തിൽ ആരാധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് കർത്താവെ കുറവുകളും കുറ്റങ്ങളും ഉണ്ട്, മറവുകളുണ്ട്. ദൈവമേ, പലതും മറിച്ചും ഒളിച്ചും വെച്ചാണ് നിന്റെ സന്നിധിയിലൊക്കെ വരുന്നത്. ഞങ്ങൾ
അതൊക്കെ ഞങ്ങളോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ യേശുവേ. സത്യമായും നിന്നെ പ്രസാദിപ്പിക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മാവ് കൊണ്ടും ദേഹം കൊണ്ടും ദേഹി കൊണ്ടും പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവേ നിന്നെ ആരാധിപ്പാനായിട്ട് അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ ജീവൻ ഞങ്ങളിലേക്ക് പകരണമേ. തൻ്റെ ആരാധിക്കുന്ന മക്കളുടെ മധ്യത്തിലേക്ക് നീ കടന്നു വരുന്ന ദൈവമാണല്ലോ. സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്ന ദൈവമാണല്ലോ. ദൈവമായ കർത്താവേ, നീ തൻ്റെ മക്കളുടെ മധ്യേ സന്നിഹിതനാകണമേ. കഷ്ടങ്ങളിൽ, വേദനകളിൽ, ഭാരങ്ങളിൽ, സങ്കടങ്ങളിൽ ദൈവമേ ഉസ്യാവ് മരിച്ച ആണ്ടിൽ കർത്താവെ ഉയർന്നു ഭൂമിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന സറാഫുകൾ ആരാധിക്കുന്ന ദൈവത്തെ ദൈവമേ പ്രവാചകൻ കാണാൻ സാധിച്ചല്ലോ. അവനെ നീ ശുദ്ധീകരിച്ചല്ലോ. അവിടുത്തെ വേലയ്ക്കായി അവനെ ഒരുക്കിയല്ലോ. കർത്താവേ, ഈ ആരാധന സമൂഹത്തെ കർത്താവെ നിന്റെ ദൗത്യത്തിനായി നീ ഒരുക്കണമേ. നീ ഒന്ന് ശുദ്ധീകരിക്കണമേ. കർത്താവെ നീ ഒന്ന് കഴുകണമേ. നീ നിന്റെ മക്കളാക്കി വേർതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണമേ. മാനവും മഹത്വം എല്ലാം അവിടെ നിന്ന് എടുക്കണമേ. യേശു മശീഹ മൂലം ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നതായി തോന്നി കേൾക്കണമേ. ആമേൻ. നമുക്ക് ഇപ്പോൾ നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ചേർന്നിട്ടില്ല. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ കർത്താവായ യേശു മശീഹയെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനായ കന്യകയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ അവൻ അന്യോന്യമുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ നിയമിച്ചു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധകാരുണിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യമായ ജീവിതം ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമുക്ക് അല്പസമയം ചെലവഴിക്കാം. നമ്മുടെ പൊതുവായ ആവശ്യങ്ങളെ, വിഷയങ്ങളെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു എന്ന് വചനം നാം വായിക്കുന്നു. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം തൻ്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. തൻ്റെ മക്കളെ വിടുവിക്കുന്ന ദൈവമാണ്. തൻ്റെ മക്കളെ ഒരിക്കലും കർത്താവ് കൈവിട്ട് കളയുന്നില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാനൊരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമുക്ക് ഏറ്റവും വിനയത്തോടും നമുക്ക് വിശ്വാസത്തോടും താഴ്മയോടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ വിഷയങ്ങളെ ഓർക്കാം. പ്രത്യേകിച്ച് ഈ സമയത്ത് ലോകമാകെ വളരെ പരിഭ്രാന്തിയോടെ കഴിഞ്ഞ കുടുംബം മഹാമാരിയുടെ സംഹാര താണ്ഡവത്തിൽ മനുഷ്യൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഇതുവരെയും മാനുഷികമായിട്ടുള്ള നിലയിൽ ഒരു പരിഹാരം കാണാൻ കഴിയാതെ പരാജയപ്പെടും. സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുവാൻ, സ്വർഗത്തിലെ ദൈവം വിടുതലയക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം കരുണത കാണിക്കുന്ന ദൈവമാണ്. ദൈവം മനസ്സരിയുന്ന ദൈവമാണ്. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, എന്നാൽ അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളൂ എന്ന് വചനത്തിൽ നാം വായിക്കും. ദൈവത്തിൻ്റെ കോപം എന്ന് കണക്കാണ് മനുഷ്യൻ്റെ മേൽ, മനുഷ്യൻ്റെ അനുസരണക്കേടിൻ്റെ നിഗളത്തിൻ്റെ, മനുഷ്യൻ്റെ പാപത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണെന്ന് മനസ്സിലാക്കി ഈ നാളുകളിൽ ഒരു രൂപാന്തരം ദൈവമേ എൻ്റെ ജനത്തിന് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തെ മുഴുവൻ മനുഷ്യരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകിച്ച് വളരെയധികം യാതനയിലൂടെയും വേദനയിലൂടെയും കഴിയുന്നവരെ, പ്രിയപ്പെട്ടവരുടെ വേർപാടിലൊക്കെ വേദനയോടെ കഴിയുന്ന ആളുകൾ, ക്വാറന്റൈനിലായിരിക്കുന്നവർ, പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാൻ കഴിയാതെ മുടങ്ങിപ്പോയവർ, എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിൽ നോക്കാം. ദൈവമേ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ മക്കൾ അവിടുന്ന് കാത്ത് സൂക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം, നമ്മുടെ ഇടവകയെ ഓർക്കാം. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രായമായവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആശ്വാസവും സൗഖ്യവും നൽകണമേ എന്ന് അപേക്ഷിക്കാം. കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ. പഠിക്കുന്ന മക്കളെ ഓർക്കാം. ഉപരിപഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൂരദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിലായിരിക്കുന്ന നമ്മുടെ പ്രിയ മക്കളെ ഓർക്കാം. അവരെ മടങ്ങിയവരൊക്കെ പ്രയാസം കൂടാതെ സന്തോഷത്തോടും സൗഖ്യത്തോടും കടന്നു വരുവാൻ നിന്റെ മക്കളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് യാചിക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ളവരുണ്ടല്ലോ, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജോലി ചെയ്യുന്നവർ, യാത്ര ചെയ്യുന്നവർ, വിവിധങ്ങളായിരിക്കുന്ന ജോലി കാര്യങ്ങൾ ചെയ്ത് ഉപജീവിക്കുന്ന ആളുകളുണ്ട്. ദൈവമേ, നിന്റെ മക്കളെ ഒന്നും ദൈവം എല്ലാ ദോഷത്തിനും തിന്മയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ചികിത്സയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, മരുന്ന് കഴിക്കുന്നവരുണ്ട്,
ഇനിയും മറ്റ് തുടർ ചികിത്സ ആവശ്യമായിരിക്കുന്ന നമ്മുടെ പ്രിയ മക്കളുണ്ട്. അവരൊക്കെയും കർത്താവെ നിന്റെ കരങ്ങളാൽ ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ദേശത്തെ ദൈവമേ നീ സൗഖ്യമാക്കണമേ എന്ന് നമുക്ക് ഏറ്റവും വിനയത്തോടെ പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധി വെച്ചുള്ള എല്ലാ വിഷയങ്ങളുടെ മേലും അവിടുന്ന് മനസ്സറിയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. തന്നെ ആരാധിക്കുന്ന ജനത്തെ അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാണല്ലോ, അവരെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണല്ലോ കർത്താവേ. നിന്റെ ജനത്തെ നാളുകളിൽ വിടുവിക്കണമേ, നിന്റെ മക്കളെ സൗഖ്യമാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ദൈവമേ ലോകത്തെ ഓർക്കുന്നു. ദൈവമേ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ഞങ്ങളുടെ സംശ്ലിഷ്ടങ്ങൾ അനേകം ആളുകളുണ്ടല്ലോ ദൈവമേ, വളരെയധികം കണ്ണീരിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്നല്ലോ ദൈവമേ. അനേകം മരണപ്പെട്ട നാളുകളിൽ കർത്താവേ അവിടുത്തെ സൗഖ്യം നൽകണമേ. അനേക ആളുകൾ രോഗികളായി ചികിത്സയിൽ കഴിയുന്നു ദൈവമായ കർത്താവേ. സൗഖ്യമായവർക്കായി ഞങ്ങൾ സ്തോത്രം കരയേറ്റുന്നു. പ്രത്യേകമായിട്ട് ദൈവമേ മഹാമാരിക്കെതിരെ പോരാടുന്ന ഞങ്ങളുടെ കർത്താവേ നഴ്സുമാരെ, ഡോക്ടേഴ്സിനെ, മറ്റാരോഗ്യ പ്രവർത്തകരെ, മറ്റ് സംവിധാനങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലുള്ള ശുശ്രൂഷ ചെയ്യുന്ന മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളാൽ വഹിച്ച് വഴി നടത്തിക്കൊള്ളണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ കർത്താവ് ആരെല്ലാം എവിടെയെല്ലാം വിഷമതയുള്ള പ്രയാസങ്ങളുമായിരിക്കുന്നു കർത്താവരെയൊക്കെ സഹായിക്കണമേ. ക്വാറന്റൈനിലായിരിക്കുന്നവരുണ്ടല്ലോ ദൈവമായ കർത്താവ് വിടുതൽ നൽകണമേ. കർത്താവെ ഒറ്റയ്ക്കായിരിക്കുമ്പോഴൊന്നും മാനസികമായി ചഞ്ചലിച്ച് വിഷമിച്ചൊന്നും പോകാൻ ആർക്കും ഇടവരരുത് കർത്താവെ. നിന്റെ സാന്നിധ്യം അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ഏറ്റവും വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ നാളുകളിൽ ദൈവമേ അങ്ങേ വേണ്ടുന്നപോലെ ദൈവമേ ആരാധിപ്പാനൊക്കെ തന്റെ ജനത്തെ നീ ഒരുക്കണമേ കർത്താവെ. ഹൃദയം തുറന്ന കർത്താവെ സത്യമായിട്ടും ആത്മാർത്ഥമായും ദൈവത്തെ ആരാധിച്ച് ദൈവപ്രസാദം കർത്താവെ നേടുവാനൊക്കെ ഉള്ള ഈ നാളുകളിൽ തന്റെ ജനത്തെ നീ ഒരുക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. മാനവും മഹത്വവും ലഭിക്കണമേ. യേശുവിൻ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം വരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കുക. ഞങ്ങളെ പരീക്ഷയിലേക്ക് കർത്താവിഷ്ടം ഞങ്ങളെ ലഭിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേക്കുള്ളതാകുന്നു. ആമേൻ. വിശ്വാസമുള്ള ഹൃദയങ്ങളോട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമ്മെ ആശ്വസിപ്പിച്ച് ദിനംതോറും വഴി നടത്തുന്ന തന്നെ ആരാധിപ്പാൻ നമ്മെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന് നിരന്തരമായ സംസർഗവും സഹവാസവും കാണും നമ്മെല്ലാവരോടുകൂടിയും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. Yeah.
കർത്താവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടുകൂടെ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ